വനിതാ സംവരണ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയുടെ പരിഗണനയിൽ വരികയാണ്. ഇതിന്റെ മറവിൽ സംവരണമടക്കം മണ്ഡല പുനർനിർണ്ണയം അടക്കം നടത്താനുള്ള ശ്രമത്തെ എതിർക്കുമെന്നുള്ള കാര്യം ഇന്നലെ ഇന്ത്യ സഖ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. ഇന്ന് ചരിത്ര പ്രധാനമായിട്ടുള്ള ബില്ല് സഭയുടെ മുന്നിൽ വരികയാണ്. എന്തൊക്കെയായിരിക്കും പ്രതിപക്ഷം സഭയിലെടുക്കുന്ന നിലപാടുകൾ? ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വനിതാ ബില്ലിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഈ ബില്ല് അപകടകരമായ ബില്ലാണ്. രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കാൻ പോകുന്ന ബില്ലാണ്. യഥാർത്ഥത്തിൽ വനിതകൾക്ക് സംവരണം നൽകുന്നതിന് ആത്മാർത്ഥതയോടുള്ള ഒരു സമീപനമല്ല നിലവിലുള്ള NDA ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. അവരുടെ ഉദ്ദേശം 2021 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനെ തുടർന്ന് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് അധികാരം നിലനിർത്തുക എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ നിർദ്ദേശം നിലവിലുള്ള 543 അംഗങ്ങളുള്ള ലോക്സഭയിലും നിലവിലുള്ള നിയമസഭകളിലുമുള്ള അംഗസംഖ്യയെ വെച്ചുകൊണ്ടുള്ള വനിതാ സംവരണം നടപ്പാക്കണമെന്നാണ്. എന്നാൽ ഇവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആരും ആവശ്യപ്പെടാത്ത, ആരും ഉന്നയിക്കാത്ത ഒരു ആവശ്യമാണ് ഇവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഡീലിമിറ്റേഷൻ. നിലവിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളെ എല്ലാം 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പുതിയ നിയോജകമണ്ഡലങ്ങൾ ഉണ്ടാക്കുക, ആ നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുക, എണ്ണം കൂട്ടിയതിന് ശേഷം അതിൽ വനിതാ സംവരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ നിയമിക്കാൻ പോകുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ആ കമ്മീഷൻ തന്നെ പൂർണ്ണമായും BJPക്ക് താല്പര്യമുള്ളവരും BJPയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൊണ്ടുവന്ന് അവർ നിയോജകമണ്ഡലം പുനഃക്രമീകരണം ചെയ്ത് എണ്ണം കൂട്ടുക. അങ്ങനെ വരുമ്പോൾ കൃത്യമായി ജനസംഖ്യ നിയന്ത്രണം പാലിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അംഗസംഖ്യ, ഇപ്പോൾ ഉള്ള അംഗസംഖ്യ അത് കുറയുകയോ അത് ആയി തുടരുകയോ ചെയ്യും. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ നിയന്ത്രണമില്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരുടെ അംഗസംഖ്യ ആ സംസ്ഥാനം വലുത്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൂടും. അതാണ് പറഞ്ഞത്, സന്തുലിതാവസ്ഥ തകരും. അതൊരു അസന്തുലിതാവസ്ഥ, നോർത്ത് സൗത്ത്, ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നൊരു വലിയ അസന്തുലിതാവസ്ഥയിലേക്ക് പോകും. സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആരൊക്കെയായിരിക്കും സംസാരിക്കുക? അങ്ങനെയുള്ളൊരു വ്യക്തത വന്നിട്ടുണ്ട്. ഇല്ല, ഇന്ന് കക്ഷി നേതാക്കളായിരിക്കും. സാധാരണ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ വരുമ്പോൾ സഭയിലെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളായിരിക്കും സംസാരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമായിട്ടില്ല. അത് ഇപ്പോൾ ഉടനെ തന്നെ ആരൊക്കെയാണ് സംസാരിക്കുന്നത് അറിയുക.